പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കൂടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം. ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ,
ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തൽ, വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവർ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും. ചില കാര്യങ്ങൾ വിറ്റുമാറ്റിയാൽ രക്ഷപ്പെടും, പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിലും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുരിശിൻ്റെ അടയാളം നിങ്ങളെ ആശീർവദിക്കുന്നു. ഭൂമി തരം മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ, ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിൽ വീടോ ലോണോ ഒന്നും ചെയ്യാൻ പറ്റാത്തവരെ, ലോൺ ലഭിക്കാത്തവരെ, വിദ്യാഭ്യാസ ലോൺ ലഭിക്കാത്തവരെ, കടങ്ങൾ പരിഹരിക്കാനാവാത്ത പറ്റാത്ത ഇതെല്ലാം പോംവഴികൾ, ജപ്തി നടപടി നേരിടുന്നവരെ, കർത്താവെ അങ്ങ് വിചാരിച്ച് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയും. കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടെസ്റ്റും ഇൻ്റർവ്യൂ എഴുതിയിട്ടുള്ളവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. റിസൾട്ട് വരുന്നുമില്ല, ഒരു കാര്യം ചെയ്യാനും പറ്റണില്ല, ജീവിതം സ്റ്റക്കായിപ്പോയവരെ കർത്താവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചകളിൽ അതിന് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ആശുപത്രിയിൽ കിടക്കുന്നവരെ, മരുന്നിൽ കഴിച്ചിട്ട് മരുന്ന് മാറി കഴിച്ചിട്ടും രോഗമെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവരിൽ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകളിൽ, നീണ്ടു പോകുന്ന നീറലുകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. 72 മണിക്കൂറിനുള്ളിൽ നീ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പരിശുദ്ധമ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധമായ സ്ഥലത്തിലെ നയിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തിൽ ഞാനെപ്പോഴും വിഷയങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഈ സന്തോഷത്തിൻ്റെ കാര്യത്തിലും ഇത് ഓക്കെയാണ്. അതായത് നമ്മുടെ സന്തോഷങ്ങൾക്ക് ആസ്പദങ്ങൾ വേണം, പലപ്പോഴും അതിൻ്റെ മെറ്റീരിയലായിട്ടുള്ള എന്തെങ്കിലും അടിത്തറ വേണം. അതായത് നമ്മുടെ സന്തോഷങ്ങളെ ജഡബദ്ധമാണ്, അതേസമയം തന്നെ ജഡമുക്തമായ ഒരു സന്തോഷമുണ്ട്. അതിന് നമ്മൾ സൂക്ഷ്മ സന്തോഷം എന്ന് പറയും. ആത്മീയ സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമാണ്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമല്ല, ജഡീയ സന്തോഷമാണ്. ആ ദൈവദാനമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ദൈവദാനമാകുന്ന സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം 4:7 എടുത്തേ. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ധാന്യം, വീഞ്ഞ്, ജോലി, വിവാഹം, മക്കള്, ഇങ്ങനെ മെറ്റീരിയലായിട്ടുള്ള ആ വിഷയങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാകും, അല്ലേ? ആനന്ദം ഉണ്ടാകും. പക്ഷെ അപ്പോഴ് ആ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അതാണ് ആസ്പദങ്ങളെന്ന് പറയുന്നത്, അടിത്തറകൾ. ഈ ദൈവത്തിലും നമുക്ക് ലഭിക്കേണ്ടതിന് ഇങ്ങനെ ഒരു ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവത്തെ തന്നെയാണ്. ദൈവവചനങ്ങളനുസരിച്ചും പരമാവധി ദൈവവചനം അനുസരിച്ചുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അഭൗമമായ ഒരു തേജസ് എന്ന് പറഞ്ഞ പോലെ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യർ ചില കാര്യങ്ങൾക്ക്
വല്ലാതെ വേദനിക്കുകയും ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള പരാക്രമങ്ങൾ കാണിക്കുമ്പോൾ നമ്മളതൊന്നും നോക്കാതൊന്നും തോന്നത്തില്ല. അത് കഥയില്ലെന്ന് പറയും, കഥയില്ലായ്മ തോന്നും. ജീവിതത്തിൻ്റെ കഥയില്ലായ്മകളെ, ജീവിതത്തിനെക്കുറിച്ച് കഥാപൂർണമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു കുറേ കഥയില്ലായ്മകളുണ്ട്. ശരിക്കും കഥയില്ലായ്മകൾ, ജീവിതത്തിൻ്റെ കഥയില്ലായ്മകളാണ്. ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഓർക്കുകയും ചില ആൾക്കാരുമായിട്ടൊക്കെ ഇപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരു ക്ഷിപ്രകോപമുള്ള ആളാണ്, പെട്ടെന്ന് പോകും, ഞാനത് റെക്ടിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് എളുപ്പപ്പെട്ട് ക്ഷമ ചോദിക്കും, അതെല്ലാം റെക്ടിഫൈ ചെയ്യും. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു വിഷയം കണ്ടാൽ അതിൻ്റെ ഞാൻ എന്ത് സംഭവിച്ചതെന്നല്ല എൻ്റെ മനസ്സ് റീഡ് ചെയ്യണത്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് മനസ്സ് റീഡ് ചെയ്യണത്. അത് കാരണം അതിൻ്റെ റൂട്ട് കോസ് പലപ്പോഴും വളരെ മോശമായ രൂപികളിൽ നിന്നായിരിക്കും മറ്റുള്ളവർ അങ്ങനെ ചെയ്യണത്. അത് കാരണം ഞാൻ അവരെ പരസ്യമായിട്ട് ചിലപ്പോൾ ശാസിക്കും. പിന്നെ അവരും ഞാനുമായിട്ടൊക്കെ ചിലപ്പോൾ ബോൾത്താക്കം ഉണ്ടാവും, ചില വിഷയമൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് വിഷമം തോന്നും, അത് വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു പറഞ്ഞാലും ചിലപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉത്തരവാദിത്വത്തോടെ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ചെയ്യണത് ശരിയാണ്, എല്ലാവരും തോളേക്ക് ആയിട്ട് മനുഷ്യരുടെ പ്രീതിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ദൈവം ഏൽപ്പിച്ച ജോലി വഴിക്ക് കടന്നു പോകും. അപ്പം അതുകൊണ്ട് ചില സമയത്തൊക്കെ നമ്മൾ ചൂടാണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല പ്രശ്നം, അവിടെ അല്ല പ്രശ്നം. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ മനുഷ്യന്മാരൊക്കെ ഇട്ട് ഒരു അകൽച്ച വന്നാലും ഇത് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്നും അത് ലോങ് ടേണിൽ ബാധിക്കത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ആന്തരികമായ നമുക്കൊരു ദൈവം ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന പോലെ തോന്നും. അപ്പം ചില വിഷയങ്ങൾ പോലും നമ്മൾക്ക് ആഘാതം ആണെന്ന് കണ്ടാൽ ദൈവം ആ വിഷയത്തിൽ നിന്നും ആ ദിവസത്തിന് നമ്മൾ അവിടെ നിന്നൊക്കെ അടുത്ത് ദൈവം മാറ്റിക്കളയും. നമ്മൾ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ വിസ്ഫോടനാത്മകമായ സാഹചര്യമാകുമായിരുന്നു. ദൈവം ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെ മാറ്റിക്കളയും. പിന്നെ എൻ്റെ ആത്മാവ് എപ്പോഴും എന്നോട് പറയുവേ, ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പറയും, സി ജോസഫ്, ഒരു 10 ദിവസം കഴിഞ്ഞാൽ നിനക്കിപ്പോൾ ഉണ്ടാകുന്ന ഇത്രയും ഭാരം അന്ന് നിനക്ക് തോന്നുവാന്ന് പരിശുദ്ധാത്മാവ് തോന്നുന്നു എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ ഈ ഭാരം അത്രയും തോന്നത്തില്ല, ഞാൻ കുറച്ച് മറന്നു പോകുമായിരിക്കും. അപ്പോൾ പിന്നെ ചോദിക്കും, ഒരു 100 ദിവസം കഴിഞ്ഞാൽ 100 ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓർക്കത്ത് കൂടിയില്ല, അങ്ങനെ സംഭവം. അപ്പം പിന്നെ ഇപ്പം അങ്ങനെ ആകാൻ പാടില്ലെന്നിരിക്കും. അതാണ് അത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈശോ എന്താ പറഞ്ഞറിയാമോ, അവനെല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ വരദാനങ്ങളൊന്ന് പഠിപ്പിക്കലാണ്. അത് വചനം മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചും. നമുക്കിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളൊരു വീട്ടുകാരുമായിട്ട് വഴക്കാണെന്ന് വിചാരിച്ചോ, 30 കൊല്ലം കഴിയുമ്പോൾ ഈ വഴക്ക് അതേപടി നിലനിൽക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കണം. 30 കൊല്ലം കഴിയുമ്പോൾ നീ ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ആ വഴക്കടിക്കുന്ന ആ വ്യക്തി ഉണ്ടാകത്തില്ല. അപ്പോൾ പല വിഷയങ്ങളും പലപ്പോഴും ഇങ്ങനെ ആപേക്ഷികമാണ്, ശാശ്വതമല്ല. അപ്പം ശാശ്വതമല്ലാത്തതും നാളെ അതാ ഈശോ പറഞ്ഞത്, ഇന്ന് കാണുന്നതും നാളെ തീരെറിയപ്പെടുന്നതുമായ പുല്ലിനെ പോലും എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അതിൻ്റെ ക്ഷണികതയേക്കാൾ എന്നെ ബാധിച്ചതൊന്നുമല്ല. ലൂക്കാ 12:28. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ
വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. അപ്പൊ അതിൽ എന്നെ സ്വാധീനിച്ച വാക്യം എന്താണെന്നറിയാം? ഇന്നുള്ളതും പല സംഭവം നാളെ ഇല്ലാത്തതാണ്. അതാണ് എൻ്റെ സത്യം. ഇന്ന് നിങ്ങൾക്ക് വഴക്കുണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, പകമുണ്ട്, വാശിയുണ്ട്, മത്സരമുണ്ട്. ഇപ്പം ഈ വിഷയങ്ങൾ എന്താണ്? നാളെ ഇല്ല. അതാ വിഷയം. ഇന്നില്ലാത്തത് ഇന്നുള്ളതും നാളെ ഇല്ലാത്തതിൻ്റെ ഈശോ അതിനിട്ട പേരെന്താണ്? പുല്ല്. പിടികിട്ടിയാ? ഇന്നുള്ളതിന് നാളെ ഇല്ലാത്തതുമായിട്ട് എല്ലാത്തിനും ഈശോ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? പുല്ല്. അതായത് നിസ്സാരമായ കാര്യത്തിൽ പുല്ലെന്ന് പറയും. അതുപോലുള്ള, അതായത് നമ്മുടെ പല വിഷയങ്ങളും കാലാന്തരത്തിൽ പുല്ലായി മാറും. അതുകൊണ്ട് നാളെ ആഘാതങ്ങൾ ഇല്ലെങ്കിൽ അത് ഇന്ന് ആഘാതം കൊടുക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഈശോയുടെ ഒരു നിലപാട്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.